എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ വീഡിയോയിലും നമുക്ക് സെയിലുള്ള പ്രോഡക്റ്റുകൾ മാത്രമാണ് പരിചയപ്പെടുത്താറുള്ളത്. എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ ഒരു വർക്കാണ് ചെയ്ത് കാണിക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ നമ്മൾ ഈ ഹെയർ ആക്സസറീസ് മേക്കിങ്ങിൽ ബിഗിനറായിട്ടുള്ളവർക്കെല്ലാം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യാൻ. ഈ ഐറ്റംസ് എല്ലാം നമ്മുടെ ഓൺലൈൻ സ്റ്റോറിൽ അവൈലബിളും ആണ്. എന്തെങ്കിലും ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള കളേഴ്സ് ഇതിനകത്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സാറ്റൻ കവർ ചെയ്ത ഒരു വൈറ്റ് ഹെയർ ബാൻഡും അതുപോലെ തന്നെ ഒരു റെഡ് ഫ്ലവറുമാണ്. ഈ ഫ്ലവറിൻ്റെ 6 വെറൈറ്റി കളേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. യെല്ലോ, ഓറഞ്ച്, സ്കൈ ബ്ലൂ, ഗ്രീൻ, മജന്ത, റെഡ് എന്നീ കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എങ്ങനെയാണ് ഈ വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ ഗ്ലൂ നമുക്ക് ഈ സാറ്റൻ ഹെയർ ബാൻഡിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ ഈ ഫ്ലവറൊന്ന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. B7000 എന്ന് പറയുന്ന ഈ ഗ്ലൂ ആയതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൽ സ്റ്റിക്ക് ആവുന്നതാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത ഫ്ലവർ ബീഡും കൂടെ നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇത് നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ ഐഡിയാസ് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ചിലർക്ക് ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നുക. ചിലർക്ക് ഇതിലും കുറച്ചും കൂടെ ഗ്യാപ്പ് ഇട്ട് ചെയ്യുന്നതായിരിക്കും ഭംഗിയായിട്ട് തോന്നുന്നത്. അത് നമുക്ക് ഏതാണോ നമ്മുടെ ഒരു ഐഡിയയിൽ തോന്നുന്നത് അതുപോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനിയും അതുപോലെ തന്നെ ഒറ്റ കളർ തന്നെ എടുക്കാതെ എല്ലാ കളറും കൂടെ മിക്സ് ചെയ്തായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും. ഇനിയും ഈ ഫ്ലവേഴ്സ് ഫുള്ളായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നില്ല. നമ്മുടെ ആ ഒരു 3/4 ഭാഗം കൊണ്ട് നമ്മൾ നിർത്തും. അതായത് നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് വരുന്നിടത്ത് നമ്മളിത് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നില്ല. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കാം. ഇത്രയും ചെയ്തുകൊണ്ട് വേണമെങ്കിൽ ഈ വർക്ക് അവസാനിപ്പിക്കാം. ഇനി കുറച്ചും കൂടെ മനോഹരമാക്കാൻ വേണ്ടി നമുക്ക് ഈ ഫ്ലവറിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഗോൾഡൻ സ്റ്റോണ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ സ്റ്റോണും നമുക്ക് നമ്മുടെ ഐഡിയാപരമായിട്ട് ഏതാണോ ഭംഗിയെന്ന് തോന്നുന്നത് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനിത് എടുത്തിരിക്കുന്നതിന് പകരം നമ്മുടെ നോർമൽ സിൽവർ സ്റ്റോൺ ആണെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ ഇനി ഷുഗർ ബീഡ്, ഇതിപ്പോൾ വൈറ്റ് ഹെയർ ബാൻഡ് ആണല്ലോ, അപ്പം ഈ റെഡ് ഫ്ലവറിനകത്ത് വൈറ്റ് ഷുഗർ ബീഡ് അപ്ലൈ ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ ബീഡ് അല്ലാതെ നമ്മുടെ നോർമൽ ബീഡാണേലും ഇതിൻ്റെ അകത്ത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കുക. എങ്ങനെ ചെയ്താലും നല്ലതാണ്. അപ്പം ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് ഐഡിയാസും കൂടെ ഉപയോഗിക്കുവാണെങ്കിൽ ബാക്കിയുള്ളവർ ചെയ്യുന്ന വർക്കിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടിരിക്കും. മറ്റുള്ളവർ ചെയ്യുന്ന വർക്കുകൾ നമ്മൾ പിന്നെയും ചെയ്യുമ്പോൾ നമുക്കാണെങ്കിലും ഓർഡറുകൾ കിട്ടുന്നത് കുറവായിരിക്കും. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് ഒരു വർക്ക് ചെയ്ത് ഓർഡർ എടുക്കുവാണെങ്കിൽ അത് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടുതലായിട്ട് സെയിൽ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്ത് കഴിഞ്ഞുള്ള നമ്മുടെ ഈ ഹെയർ ബാൻഡ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബാക്കി കളേഴ്സ് വെച്ചാണേലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ മെറ്റീരിയൽസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.